നിങ്ങൾ ഈ ആയത്തെ വിശദീകരിക്കണം. വിശദീകരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ കാരണം എന്ത്? നിങ്ങൾ വിശദീകരിക്ക്. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിയ ഇതിനെ പറ്റി ഒന്ന് പറയാണ്ട് പോയാൽ ശരിയാവില്ല. ഒരു വിഷയം പറഞ്ഞുതരാം. അതിന്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? നിൽക്കെ ബനി മുസ്തലഖ് യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാം, അയിന നാക്കത്തിന്റെ ഒട്ടക എവിടെ പോയി? അപ്പൊ ചില മുനാഫിക്കങ്ങൾ പറഞ്ഞു, ഒരു കാറ്റിലടിച്ച സന്ദർഭത്തിൽ ഇത് ഇന്ന മുനാഫിക്ക് കപട വിശ്വാസി മരിച്ചതാണെന്ന് പറഞ്ഞു. ഗൈബ് പറഞ്ഞു നബി തങ്ങൾ. അത് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നബി തങ്ങൾ പറഞ്ഞു, അതിനാക്കത്തി ഒട്ടക എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്തെ കിറാമിന്റെ അടുക്കലുണ്ടായിരുന്ന ചില മുനാഫിക്കങ്ങൾ, സഹാബത്തിന്റെ കൂട്ടത്തിൽ പെട്ടതല്ല, ഓലെ ചുറ്റിപ്പറ്റി ആനുകൂല്യം പറ്റാനുള്ള ചില മുജാഹിദീങ്ങൾ നേരത്തെ ചോറ് നടക്കണ പോലെ. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, നബിക്ക് മുഹമ്മദിന് മദീനയിൽ നടക്കുന്ന സംഭവം അറിയാം, ഒട്ടക എവിടെ അറിയില്ല. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇന്നാലിന്റെ പാറക്കെട്ടിൽ ഇന്നാലിന്റെ സ്ഥലത്തുണ്ട് പറഞ്ഞു. അപ്പൊ മറിഞ്ഞ കാര്യം അറിയണീന തെളിവ് തഫ്സീർ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ വിഷയം വലിച്ചു നീട്ടേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ആ ഹബീബിന് എന്തോ ചോദിക്കാണ്, നമ്മളെ സമയം വളരെ. ഇതൊന്നും നിങ്ങൾ തന്നെ വിശദീകരിക്കണ്ടേ? നബിനോട് പറയാൻ വേണ്ടി പറയുന്നത് അറിയൂല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് ഇതിന് നേരെ എതിരുള്ള സംഭവമാണ്. ഇതിന് നേരെ എതിരുള്ള സംഭവമാണ് പറഞ്ഞിരുന്നത്. റസൂലിനോട് പറയാൻ വേണ്ടി പറയുന്നത് അറിയൂല എന്ന് പറയാൻ വേണ്ടിട്ടാ. അതെ, റസൂലോ അദൃശ്യം അറിയോ അറിയൂലേ എന്നതല്ല, അറിയുന്നാണ്. അതെ 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 അതെ. അപ്പൊ അറിയിച്ചു കൊടുത്തത് അറിയും അല്ലേ? അപ്പൊ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന വേറെ ആയത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? വലാ യുദ്ഹിറു വലാ വൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിൻ റസൂൽ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയവർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ എന്ന് മാത്രം പറഞ്ഞാൽ ആയത്ത് ഫുള്ള് ഓതിയ എന്താ മനസ്സിലാവും? എന്താ സംഭവം മനസ്സിലാവും? ഇല്ല, അതിന്റെ ബാക്കി ഭാഗം കൂടി ഓതിയാൽ മനസ്സിലാവും. സംഭവം മനസ്സിലാവും എന്താണ്. അതായത് റസൂലിന് ആവശ്യം അറിയോ അറിയില്ലേ എന്നാണ് ഇപ്പൊ നമ്മൾ തമ്മിൽ അഭിപ്രായം. അങ്ങനെയല്ല, അള്ളാഹു അറിയിച്ചു അല്ല, തലക്കെന്ന് പറയാണ്. അതിലെ വിഷയം തീരുമാനമാവുള്ള അതിനാണ്. മറ്റെങ്ങനെ അങ്ങനെ ഇങ്ങനെ കൈയൊട്ടിയാൽ തീരുമാനമാവില്ലല്ലോ. തീരുമാനാക്കാനാ ഞാൻ പറയും. പ്രവാചകന് അദൃശ്യം അറിയോ അറിയില്ലേ? അതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അറിയും എന്നാണ്. എങ്ങനെയൊക്കെ അറിയും? ഞാൻ വിശദീകരിക്കാം. എങ്ങനെയൊക്കെ അറിയും? വഹി കൊടുത്താൽ അറിയും. ഇത് പറയാനുള്ള ഒരു മാർഗം. പിന്നെ ഞാൻ നേരത്തെ വായിച്ചു, അറിയാനുള്ള ഒരു കഴിവും റസൂലിനുണ്ട്. അതാണ് ഒരു കഴിവ് കൊണ്ട് ഏത് ആകാശത്തേക്ക് കാണും, മലക്കുകളെ കാണും. മലക്കുകളിന് വൈബാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പേരാ വൈബ. ജിബ്രീൽ എന്ന നമ്മൾ കാണൂല, അതേ സമയത്ത് റസൂലിന്റെ കണ്ണുകൊണ്ട് കാണും. അപ്പൊ വഹിയ കൊണ്ട് മാത്രമല്ല, റസൂലിന്റെ ചില കണ്ണുകൊണ്ട് വഹിയെ കാണാനും വഹി കേൾക്കാനുള്ള കഴിവ് കാതിനും, അതുപോലെ തന്നെ കാണാനുള്ള കഴിവ് കണ്ണിനും, ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളത് വരെ എന്താണെന്ന് ഇവിടെ നോക്കി വായിക്കാനുള്ള കഴിവ് റസൂലിനുണ്ട് എന്നാണ് നേരത്തെ ഞാൻ വായിച്ച ഉദ്ധരണിയിൽ ഉള്ളത്. അപ്പൊ റസൂലിന് വൈബ് അറിയും. എങ്ങനെയൊക്കെ അറിയും? വഹി കൊണ്ടറിയും. പിന്നെ റസൂലിന് പ്രത്യേകമായിട്ട് ചില കഴിവുകളുണ്ട്. അതിന്റെ ഉദ്ധരണി നേരത്തെ ഞാൻ വായിച്ചു, നീ വായിക്കണ്ടല്ലോ, അതുകൊണ്ടും അറിയും. അതേ സമയത്ത് ചില സമയങ്ങളിൽ ആ അറിയുന്ന കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തിയാല് ചിലപ്പോ പറ്റൂല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ആയിഷാ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. ഞാൻ പറയാം, ആയിഷാ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. സാധാരണ വ്യഭിചാര ആരോപണം വന്നു കഴിഞ്ഞാൽ റസൂൽ എന്താ ചെയ്യല്? ലാഹിർ അനുസരിച്ച് തീരുമാനമെടുത്തിട്ട് നിയമം പാസാക്കലാണ്. അതേ സമയത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, വമാ അലിംതു മിൻ അഹ്ലി ഇല്ലാ ഖൈറാ. ഈ ആയത്ത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയിൽ നിന്ന് ഖൈറല്ലാതെ ഞാൻ അറിയുന്നില്ല. പക്ഷെ അവിടെ അദൃശ്യം ഉപയോഗിച്ച് തീരുമാനം എടുത്താൽ ഒപ്പുള്ളൂലെന്ന് എന്താ പറയാ? നമ്മൾ ആളുകളൊക്കെ കുടുങ്ങിയ തലവെട്ടലും മറ്റും. റസൂലിന്റെ കുടുങ്ങിയപ്പോ പേതായി അവിടെ ഇൽമുൽ വൈബ് കൊണ്ട് പറഞ്ഞു പറഞ്ഞ ഒട്ടാകെ ആക്ഷേപം വരും. അതുകൊണ്ട് ഇത്തരം മസ്ലഹത്തുകൾ പരിഗണിച്ച് അറിഞ്ഞാലും അറിയാത്തതുപോലെ ലാഹിർ അനുസരിച്ച് റസൂൽ നിൽക്കും. അതുകൊണ്ട് അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ പറ്റൂല. അതാ വമാ അലിംതു മിൻ അഹ്ലി ഇല്ലാ ഖൈറാ എന്ന് പറഞ്ഞത്. അപ്പൊ റസൂല് വൈബ് അറിയും എന്നാണ് നമ്മളെ വിശ്വാസം. എങ്ങനെയൊക്കെ അറിയും? വഹി കൊണ്ടറിയും. റസൂലിന് പ്രത്യേകമായ ചില കഴിവുകൾ കൊണ്ടും അറിയും. പക്ഷെ എല്ലാ സ്ഥലത്തും ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം എന്നില്ല, ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി. ഇക്കാര്യം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ല, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ല തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചതുമാണ്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞത് എന്താകും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലെ ആയത്തുണ്ട്, വമാ റമൈത ഇത് റമൈത വലാകിൻ അല്ലാഹ റമ. ഖുർആനിൽ പറഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ കേട്ടോളി. വമാ റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത നിങ്ങൾ എറിഞ്ഞ നേരത്തെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല. ഖുർആനിൽ പറയേണ്ട വിഷയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാളോട് നിങ്ങൾ എറിഞ്ഞപ്പോ നിങ്ങളല്ല എറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ആളെ കുറിച്ച് നിങ്ങൾ എന്താ വിലയിരുത്തുക?
ഒമാ റമൈത്ത നിങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത്ത നിങ്ങൾ എറിഞ്ഞ നേരത്ത് നിങ്ങൾ എറിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ഖുർആനിൽ പറയേണ്ട വിഷയം അപ്പൊ വലാകിന്നല്ലാഹ റമാ, എങ്കിലും പടച്ചവനാണ് എറിഞ്ഞത്. ഇവിടെ മണ്ണ് വാരിയപ്പോ പടച്ചവനാ. ഇവിടെ മണ്ണ് വാരിയതും ശത്രുക്കളുടെ മുഖത്തേക്ക് സാഹത്തിൽ ഉജൂഹ് എന്ന് പറഞ്ഞു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് എറിഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് ഖുർആനിൽ പറയാ ഒമാ റമൈത്ത തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത്ത തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഈ ആയത്തിന് എന്തർത്ഥാണോ വെക്കേണ്ടത് അതേ ശൈലിയിലുള്ള ഒരു ആയത്താണ് ലാ അംലികു ലിനഫ്സി ലർറൻ നഫുൻ വലാ ലർറൻ ഇല്ലാ മാഷാ അല്ലാഹ്. അതാണ് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു കഴിവും ഇല്ല, എല്ലാ കഴിവുകളും അള്ളാഹു നൽകുന്നതാണ്. ആ ഇൽമൊറി അറിയാൻ, അദൃശ്യം അറിയാനാകട്ടെ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാകട്ടെ, വെള്ളം കുടിക്കാനാകട്ടെ, മണ്ണെടുക്കാനാകട്ടെ, ഏതായാലും സ്വന്തമായിട്ട് എനിക്ക് യാതൊരു കഴിവുമില്ല, എല്ലാം അള്ളാഹു നൽകുന്ന കഴിവാണ്. വാന്നൽ ഖുവ്വത്തലില്ലാഹി ജമിയ. ഇല്ലെങ്കിൽ ഈ ആയത്തിന് നമ്മളെങ്ങനെ അർത്ഥം വെക്കുക? റസൂൽ ഇങ്ങനെ പിടിവാരി മണ്ണേറിയിട്ട് ഇങ്ങനെ എറിഞ്ഞ അതിനെ കുറിച്ച് ഖുർആൻ പറയാനത് നിങ്ങൾ എറിഞ്ഞിട്ടില്ല, നിങ്ങൾ എറിഞ്ഞ നേരത്ത് എന്താ പിന്നെ അർത്ഥം വെക്കുക എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങൾ സ്വന്തം കഴിവുകൊണ്ടല്ലേ എറിഞ്ഞ്, അത് എറിയാനുള്ള കഴിവും മണ്ണെടുക്കാനുള്ള കഴിവും ഒക്കെ ഞാൻ തന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തങ്ങൾക്ക് ഒയ്ബറിയാനുള്ള കഴിവ് സ്വന്തമായിട്ടില്ല, സ്വന്തമായി ചിലരൊക്കെ ഒയ്ബറിയും എന്ന് അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായി. ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലവും കൂടി നിങ്ങൾ കേൾക്കുക. അന്ന് ജനങ്ങൾ, സാധാരണ ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യാറ് ഒന്ന് അദൃശ്യറിഞ്ഞു വേണ്ട. ഇപ്പൊ നാളെ എന്താ സംഭവിക്കുക, നാളെ മഴ പെയ്യൂലേ, കുട്ടിയാണോണോ പെണ്ണാണോ ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. അപ്പൊ ചില ജ്യോത്സ്യന്മാർ ഏതുണ്ടായിരുന്നു, അദൃശ്യം അറിയും എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ എങ്ങനെ ചൂഷണം ചെയ്യാറുണ്ട്, എക്കാലത്തും ഉണ്ടാവും അത്. അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞു ഇല്ല, അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും മാത്രമേ വൈബറിയൂ. അതാ ഇല്ലാമനിർത്തലാനും റസൂൽ. ജ്യോത്സ്യന്മാർക്കോ മറ്റു പുരോഹിതന്മാർക്കോ വൈബറിയില്ല, അള്ളാഹുനും അള്ളാന്റെ ആളുകൾക്കും മാത്രമേ അറിയൂ. അതുകൊണ്ട് വൈബറിയുന്നുള്ളവർക്ക് അവരൊന്നും സമീപിക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അൽഹാസിൽ. ഇതതിന്റെ അവതരണ പക്ഷരം ഇതാണെന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഫത്തുൽ ബാരിയിലും അതുപോലെ തന്നെ ഇമാം ഐനി ഉംദത്തുൽ ഖാരിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്യോത്സ്യന്മാരുണ്ടല്ലോ വൈബറിയെന്ന് പറയും. അപ്പൊ നിങ്ങൾക്കും, അതായത് ഇതുപോലുള്ള ആളുകൾക്കൊന്നും വൈബറിയില്ല, അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും അറിയുള്ളൂ. അള്ളാന്റെ പാർട്ടി ആരാ? റസൂല്. അതുപോലെ തന്നെ സത്യവിശ്വാസികള്, ഔലിയാക്കള്, ഇതൊക്കെ അറിയും. ഇവർക്കും അറിയണ എങ്ങനെ? സ്വയം അറിയുന്നല്ല, അള്ള കൊടുത്തതാണ്. അത് നമുക്ക് സാധാരണ കഴിവ് ചെയ്യാനുള്ള കാര്യം അള്ള കൊടുത്ത തന്നെ. യഹ്റുജു മറ്റേ സസ്യങ്ങൾ പുറപ്പെടുന്നത് ബീദിനില്ല, അള്ളാന്റെ സഹായത്തോടു കൂടെയാണ്. അങ്ങനെ ഓരോന്നും ഓരോ ആളുകളും ചെയ്യുന്ന എല്ലാം സാധാരണമാകട്ടെ അസാധാരണമാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ കഴിവാണ്. അപ്പൊ സാധാരണ ആളുകൾക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ള കൊടുക്കുന്നത് പോലെ അസാധാരണ ആളുകൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൊടുക്കും. അതിന്റെ ഭാഗമാണ് ഇൽമുൽ ഗൈബ്. അപ്പൊ എനിക്കറിയില്ല, എനിക്ക് സ്വന്തമായിട്ട് അതിന് കഴിവേ ഇല്ല. ആ ജ്യോത്സ്യൻ വായിക്കുന്നത് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നുള്ള അത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായി എനിക്ക് കഴിവില്ല. നല്ല കഴിവ് ഏതാണ്? അള്ള തന്നതാണ്. അള്ള തന്ന കഴിവ് എങ്ങനെയൊക്കെ ഉണ്ട്? വഹി മാത്രമല്ല, കണ്ണിന് കാഴ്ച കൊണ്ട് ജിബ്രീൽ കാണാൻ കഴിയും. അതുപോലെ ഇതുകൊണ്ട് ജിബ്രീലിനെ കേൾക്കാൻ കഴിയും, ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും, നമുക്ക് കഴിയില്ല. അപ്പൊ ഇതൊക്കെ ഒയ്ബ് തന്നെയാണല്ലോ. ജിബ്രീൽ പറഞ്ഞ ഒയ്ബാണല്ലോ, അദൃശ്യമാണല്ലോ, നമുക്ക് ദൃശ്യമല്ലല്ലോ ജിബ്രീൽ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിലായോ? ഇനി എന്താ കാളിലോ ചോദിക്കും. അപ്പൊ എനിക്ക് സ്വന്തമായി കഴിവില്ല, ഇതിന് നല്ല ഒന്നിനും കഴിവില്ല. ഇതിന്റെ അർത്ഥം, ഈ ആയത്തിന്റെ അർത്ഥം എനിക്ക് സ്വന്തമായി കഴിവില്ല. ലാ അംലിക്കു, ഞാൻ അർത്ഥം വെച്ചരാ. കുൽ നബിയെ തങ്ങൾ പറയുക, ലാ അംലിക്കു, ഞാൻ ഉടമയാക്കുകയില്ല, ലിനഫ്സി, എന്റെ ശരീരത്തിന്, നഫ്വൻ വലാ ലർറൻ, ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്നാ ഞാൻ ഉടമയാക്കൂല. ഉദാഹരണമായിട്ട് പറയലുണ്ടല്ലോ, ഇതിപ്പോ എന്റെ ഉടമയാണ്, ഇതിന്റെ അർത്ഥം എന്താ? ഈ പേന എന്റെ ഉടമയിലുള്ള എന്ന് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇതെങ്ങനെ ചെയ്യാനും എനിക്ക് കഴിയും. ഇതിന് ഇനിയിപ്പോ ആരോടും ചോദിക്കണ്ടോന്നില്ല. ഇങ്ങനെയുള്ളൊരു കഴിവ് ഏതില്ല? അല്ല, എനിക്ക് ഇൽമുൽ ഗൈബിലില്ല. അതേ സമയത്ത് കിട്ടണമെങ്കിൽ ഏത് വേണം? ബീദിനില്ല, അള്ളാന്റെ സമ്മതം വേണം. അള്ളാന്റെ അപ്പൊ അറിഞ്ഞാലും ഞാൻ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം. അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ഏത്? ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല. ഇപ്പൊ ഖിയാമത്ത് എന്നാ റസൂലിനെ അറിയും, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും, പറയാൻ പാടില്ല എന്ന് അള്ളാന്റെ കൽപ്പന ഉണ്ട്. അപ്പൊ ഞാൻ പൂർണ്ണമായും ഇത്രയും കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളൊക്കെ എന്നിൽ നിന്ന് പ്രകടമാകുന്നുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. അതുകൊണ്ട് ഈസാ നബിയിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മനുഷ്യൻ എന്തായാലും പറ്റൂല, അള്ളേ ആകണ്ട, അല്ലല്ലെങ്കിൽ അള്ളാന്റെ മകനെങ്കിലും ആകണം എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതുപോലെ നിങ്ങൾ തീരുമാനിക്കേണ്ടതില്ല. ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ കഴിവിന്റെ കീഴിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിക്കണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെ